വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. ജനമനസ്സറിയാൻ ഇനി ഏറെയില്ല, മണിക്കൂറുകൾ മാത്രമാണ് മുന്നിലുള്ളത്. ഈ വേളയിൽ എല്ലാ മുന്നണികളുടെയും ക്യാമ്പും വളരെ പ്രതീക്ഷയിലാണ്. ഇടതുമുന്നണി, നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ നേട്ടം, ആ നേട്ടം തുടരുമോ എന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി ശ്രീ KV അബ്ദുൽ ഖാദർ തന്നെ പറയട്ടെ. LDFന് അനുകൂലമായൊരു സാഹചര്യമാണ് ജില്ലയിൽ എല്ലായിടത്തും പ്രകടമാകുന്നത്. കോർപ്പറേഷനും നഗരസഭകളും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും LDFന് അനുകൂലമായൊരു തരംഗമാണ് നിലവിലുള്ളത്. ഞങ്ങൾ വർക്ക് ആരംഭിച്ചത് മുതൽ ഇന്നലെ പ്രചരണം അവസാനിക്കുന്ന 6 മണി വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായ മെജോറിറ്റി എല്ലാ സ്ഥാപനങ്ങളിലും LDFന് ലഭിക്കും. ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് 30 സീറ്റാണ് ഇപ്പോഴുള്ളത്. അതിൽ മഹാഭൂരിപക്ഷം സീറ്റുകൾ നേടി LDF അധികാരത്തിൽ തിരിച്ചു വരും. അതുപോലെ ജില്ലയിൽ 7 നഗരസഭകളിൽ 5 എണ്ണമാണ് നിലവിൽ LDFനുള്ളത്. പക്ഷേ എണ്ണം വർദ്ധിക്കാൻ ഉള്ള സാധ്യതകൾ സംസ്ഥാന സർക്കാർ ഭരണം ഇടതുമുന്നണിയാണ്. പൊതുവിലൊരു പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഭരണവിരുദ്ധ ചിന്താഗതി എന്നുള്ളത്, അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും? ഇല്ല, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് മാത്രമല്ല, ഗവൺമെൻറ്റിന് അനുകൂലമാണ് ജനങ്ങൾ. എല്ലാ മുന്നണികളും വളരെ ആത്മവിശ്വാസത്തിലാണ്. ഒപ്പം തന്നെ UDFും കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വലിയ പ്രതീക്ഷയാണ്. ബഹുഭൂരിഭാഗം സീറ്റുകളും ജില്ലയിൽ ഈ പ്രാവശ്യം UDF പിടിച്ചെടുക്കും. കഴിഞ്ഞ 10 വർഷമായി ഞങ്ങളെ സംബന്ധിച്ച് വിജയം ഞങ്ങൾക്ക് കൈവിട്ടു പോവുകയാണ് ഉണ്ടായത്. അത് തീർച്ചയായും ഈ പ്രാവശ്യം തിരിച്ചു പിടിക്കും. ഇപ്പോഴത്തെ വിജയപ്രതീക്ഷയ്ക്ക് ഏതൊക്കെ ഘടകങ്ങളാണ് UDF സംബന്ധിച്ച്? ഒന്ന്, ഞങ്ങളുടെ ഒരു മുന്നൊരുക്ക പ്രവർത്തനം വളരെ നാളുകൾക്ക് മുൻപ് ആരംഭിച്ചു. സ്ഥാനാർത്ഥി നിർണയം തീരെ പരാതികളില്ലാതെ, അതുമാത്രമല്ല പ്രാദേശികമായി വാർഡുകളിൽ നിന്ന് സെലക്ട് ചെയ്തു വന്നവരെയാണ് ഞങ്ങൾ പാർട്ടി സ്ഥാനാർത്ഥികളാക്കി പ്രഖ്യാപിച്ചു. അതിലൂടെ തന്നെ ജനങ്ങൾക്കിഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളായി എന്നുള്ളതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ്. വികസനം മന്ദിവീഴ്ച രീതിയിലാണ്, അല്ലെങ്കിൽ അത് നടക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അതിലൂടെ തന്നെ ജനങ്ങൾ ഇത് സംസാര വിഷയമാക്കിയിരിക്കുന്നു. സാമ്പത്തികമായ തകർച്ച, മാഫിയയുടെ കയ്യിൽ അകപ്പെട്ടത്, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ പഞ്ചായത്തുകളിലായാലും സംസ്ഥാനത്തായാലും അത് CPMകാരനാകണം എന്നുള്ളൊരു സ്ഥിതി നാട്ടിൽ വന്നേക്കാണ്. അവരാണെങ്കിൽ ഞങ്ങൾക്ക് എന്തുമാകാം, മറ്റുള്ള പാർട്ടിക്കാരാണെങ്കിൽ അതില്ല. ഇതൊക്കെ സാധാരണക്കാർ സംസാരിക്കുകയാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് NDAയും. അപ്രതീക്ഷിത മുന്നേറ്റമുണ്ടാക്കി ഞെട്ടിക്കും എന്നാണ് NDA ക്യാമ്പ് പറയുന്നത്. BJPയുടെ എറണാകുളം മേഖലാ പ്രസിഡന്റ് A. നാഗേഷ്. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു നിർണായകമായ വിധിയെഴുത്തായിരിക്കും തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ലോകസഭയിലേക്ക് ഒരു ജനപ്രതിനിധിയെ അയച്ച തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പെട്ട തൃശ്ശൂർ കോർപ്പറേഷൻ കേരളത്തിൽ ആദ്യമായി കോർപ്പറേഷൻ ഭരിക്കുന്നത് തൃശ്ശൂരായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 6 സ്ഥലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൗൺസിലർമാരുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 36ഓളം സ്ഥലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യമാണ് ലീഡ് ചെയ്തിട്ടുള്ളത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിൻ്റെ ആ ശതമാനം അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 6ഓളം സീറ്റുകൾ വിജയിച്ച സമയത്ത് ഏകദേശം 13ഓളം സ്ഥലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും 2ാം സ്ഥാനത്താണ്. തികഞ്ഞ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. എന്തായാലും ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്കും കാത്തിരുന്ന് കാണാം.